ഹായ് എവരിവൺ. മാറ്റങ്ങളോടുകൂടിയാണ് ജൂണിലെ ഇന്ത്യ UGC നെറ്റ് എക്സാം നിങ്ങളിലേക്ക് എത്തുന്നത്. എങ്കിൽ പോലും നിങ്ങൾ എന്ത് മാറ്റങ്ങളെയും നേരിടാനുള്ള കരുത്തുള്ള വ്യക്തികളാണെന്ന് ഓർക്കുക. തയ്യാറെടുപ്പോടുകൂടി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാമെന്ന് ഓർക്കുക. പലപ്പോഴും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് ആമുഖമായിട്ട് ഇത് പറഞ്ഞത്. ധൈര്യമായിട്ടിരിക്കൂ. നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പോടുകൂടി അനേകം റിസോഴ്സുകൾ, ഫ്രീ റിസോഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാനായിട്ട് പറ്റും എന്നുള്ളത് ഉറപ്പാണ്. നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് തയ്യാറെടുക്കുക. അതോടൊപ്പം തന്നെ ഈ പരീക്ഷയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. OMR എക്സാം ആയിരിക്കും ഇത്തവണത്തെ എക്സാം എന്നാണ് NTA ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതിനി ഒരു ടൈപ്പിംഗ് എറർ ആണോ, മറ്റെന്തെങ്കിലും രീതി പ്രോസ്പെക്ടസിൽ വന്ന എറർ ആണോ നമുക്ക് അറിയില്ല. കാര്യം പ്രോസ്പെക്ടസിൽ തന്നെ, നമ്മുടെ ഈ ഡോക്യുമെന്റിൽ തന്നെ, നിങ്ങൾ ഈ കാണുന്ന ഈ ഡോക്യുമെന്റിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ എക്സാമിന്റെ ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളിടത്തൊക്കെ പറയുന്നുണ്ട്. മാർക്ക് ഫോർ റിവ്യൂവിന് കൊടുത്തിട്ട് പരീക്ഷയുടെ ഇടയിൽ നോക്കാം. അപ്പൊ ചിലപ്പം മാർക്ക് ഫോർ റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും വന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞതാവും ടൈപ്പിംഗ് എറർ. എന്ത് തന്നെ ആയാലും ഇന്ത്യയെ പോലെയുള്ള ഒരു ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൂടാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കാര്യം ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ടിഫിക്കേഷന് പകരം ഒരു വ്യക്തിയുടെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്നാണ് അപ്ഡേറ്റുകളൊക്കെ വരുന്നത്. പ്രോസ്പെക്ടസ് വരുമ്പോൾ അതില് കോപ്പി പേസ്റ്റ് എറേഴ്സ്, നമ്മളൊക്കെ പണ്ട് അസൈൻമെന്റ് ചെയ്ത കാലത്ത് വരുത്തിയ എററുകളാണ് ഇപ്പോ പ്രോസ്പെക്ടസിൽ വന്നിരിക്കുന്നത്. OMR എക്സാമാ, പക്ഷെ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ മാർക്ക് ഫോർ റിവ്യൂവും ഒക്കെ കൊടുത്തിട്ട് വീണ്ടും വന്ന് തിരുത്താനുള്ള അവസരമുണ്ട്. OMRൽ എങ്ങനെയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പിന്നെ സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു പ്രധാന ചോദ്യമായിരുന്നു. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? അത്തരം കാര്യങ്ങളൊന്നുമില്ല. ജൂൺ എക്സാമിനും സിലബസിൽ ചേഞ്ച് ഒന്നുമില്ല. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഞാനതാ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ OMR എക്സാം ആയത് ഡിസഡ്വാൻറ്റേജിനേക്കാൾ ഉപരി അഡ്വാൻറ്റേജ് ആണ് വിദ്യാർത്ഥികൾക്ക്. CBT മോഡിൽ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ക്രോൾ ചെയ്ത് മടുത്ത് നമ്മുടെ ഈ പരീക്ഷയിൽ 3 മണിക്കൂർ പരീക്ഷ ഒരു 10-15 മിനിറ്റ് എങ്കിലും ടൈം വേസ്റ്റ് ആയി പോകുന്നത് ഇനി ഒഴിവാക്കാനായിട്ട് സാധിക്കും. OMR എക്സാം നിങ്ങൾ പല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരോ, ഏതെങ്കിലും എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലോ PSC എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലോ OMR എക്സാമുമായിട്ട് നിങ്ങൾ പരിചിതരായിരിക്കും. കുറച്ച് ശ്രദ്ധയോടുകൂടി ബബിള് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലൊക്കെ ഇനിയും OMR മോഡില് പരീക്ഷ എഴുതാനുള്ള കോച്ചിങ് അടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കൂടിയാണ്. നിങ്ങൾക്കും, നിങ്ങളൊരു ട്രെയിനിങ് എടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് OMR ഷീറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എക്സാം എഴുതിയിട്ടില്ലാത്തവര്, PSC ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, OMR ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു റെയർ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും വറി ചെയ്യണ്ട. ഒരു 10 പ്രിന്റ് ഔട്ട് നെറ്റില് OMR സാമ്പിൾ ഷീറ്റ് ഒന്ന് എടുക്കുക, കുറച്ചൊന്ന് ബബിൾ ചെയ്ത് നോക്കുക. ഒരു പേന, നല്ലൊരു ബോൾ പോയിന്റ് പേന കുറച്ചൊന്ന് ഉപയോഗിച്ചിട്ട് പരീക്ഷാ ഹാളിലേക്ക് റെഡിയാക്കി വെക്കുക. ഇത്രയും കാര്യമേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ഇനി പരീക്ഷയുടെ ഡീറ്റെയിൽസ് നോക്കിയാൽ ഏപ്രിൽ 20 മുതൽ, അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെ രാത്രി വൈകിയാണ് നമുക്ക് ഈ ഡോക്യുമെന്റ് അവൈലബിൾ ആയത്. ഇപ്പൊ തന്നെ NTA UGC നെറ്റിന്റെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും. മെയ് 10 വരെയാണ് തീയതി. മെയ് 11-നും 12-നും നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. എങ്കിൽ പോലും നിങ്ങൾ നെറ്റ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏപ്രിൽ എൻഡിന് മുൻപ് തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക. എല്ലാ തവണയും ഡേറ്റ് നീട്ടി വെക്കുമോ എന്നൊക്കെ ചോദിച്ചും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടും ഒക്കെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് അതിന്റെ ലോജിക്ക് പിടികിട്ടുന്നില്ല. നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സ്റ്റുഡന്റ് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് ഒരു വിദ്യാർത്ഥിയെ കൂടി സഹായിച്ചേക്കുക. ഇത് അറിയാതിരുന്നവരെ കൂടി അറിയിക്കുക. കാര്യം ഇത്തവണ മുതൽ PhD എൻട്രൻസുകൾ റീപ്ലേസ് ചെയ്ത് NTA UGC നെറ്റ് എക്സാം ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഒന്നും ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുമില്ല. നമുക്കപ്പോ ഡോക്യുമെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. 1150 രൂപയാണ് അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിക്കാർക്ക്. EWSനും OBC NCLനും 600 രൂപ. SC ST പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, തേർഡ് ജെൻഡർ എന്നീ കാറ്റഗറികളിലുള്ളവർക്ക് 325 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. എങ്കിൽ പോലും അതിനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. എല്ലാ ഫീൽഡുകളും എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. ചെറിയ ചില തിരുത്തലുകൾ, പേര് എയ്തർ നമ്മുടെ പേര് അല്ലെങ്കിൽ പാരന്റ്സിൽ ഒരാളുടെ പേര്, അങ്ങനെയൊക്കെ കണ്ടീഷണൽ ആയിട്ടാണ്
തിരുത്താനുള്ള അവസരം അതെപ്പോഴും ഓർക്കുക. അതുപോലെ എക്സാമിനേഷൻ സിറ്റി ഇന്റിമേഷനും എന്ന് ഹോൾ ടിക്കറ്റ് കിട്ടും എന്നുള്ളതൊക്കെ പിന്നീട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 16 ജൂൺ മുതൽ, ഞാൻ പറഞ്ഞില്ലേ മുൻപ് 10 ജൂൺ മുതൽ 21 ജൂൺ വരെ ആയിരുന്നു നമ്മുടെ പരീക്ഷാ തീയതി കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തിരുന്നത്. വളരെ ചെറിയ ചേഞ്ച്, ഒരു 5 ദിവസത്തിന്റെ ചേഞ്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ജൂൺ 16-നായിരിക്കും നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത്. മുൻപത്തെ പോലെ തന്നെ 3 അവർ ഡ്യൂറേഷൻ ഉള്ള എക്സാം ആണ്. ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. NTA-യുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. റിസൾട്ടും അവിടെ തന്നെയാണ് വരുന്നത്. വെബ്സൈറ്റുകൾ നൽകിയിട്ടുണ്ട്, nta.ac.in അല്ലെങ്കിൽ ugcnet.nta.ac.in എന്നുള്ളത്. അതുപോലെ എടുത്തു പറയുന്നുണ്ട് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ, OBC ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കണം. ഓൺലൈൻ മോഡിൽ മാത്രമായിരിക്കും അപ്ലിക്കേഷൻ ഉണ്ടാവുക. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം ഇമെയിൽ ID, മൊബൈൽ നമ്പർ വേണം. ഫോട്ടോഗ്രാഫിന്റെ കാര്യം എല്ലാ വർഷവും കുറെ കൺഫ്യൂഷൻ ഉള്ളതാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഫേസ് 80% സ്ഥലത്ത് നിൽക്കുന്ന പോലത്തെ റീസെന്റ് ഫോട്ടോഗ്രാഫ്, ഒരു ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല. കാര്യം അതിന്റെ കോപ്പികളൊക്കെ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ 2 കോപ്പി കൊണ്ടുപോകേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ആവശ്യത്തിന് കോപ്പികൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ചെവി കാണണം എന്നും പറഞ്ഞിട്ടുണ്ട്. NTA എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ വീണ്ടും ഡൗട്ട് ചോദിക്കേണ്ടതായിട്ടില്ല. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ആവാമെന്ന് പറയുന്നുണ്ട്. കളർ ഫോട്ടോകൾ തന്നെ എടുക്കുക. വിസിബിൾ ഇൻക്ലൂഡിംഗ് ഇയേഴ്സ് അഗെയിൻസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫയൽ സൈസ് 10 KB മുതൽ 200 KB വരെ ആയിരിക്കണം. ഒപ്പിൻ്റെതാണെങ്കിൽ 4 KB മുതൽ 30 KB വരെ ആയിരിക്കണം എന്നുള്ള കാര്യവും ഓർക്കുക. ഡൗൺലോഡ്, സേവ് ആൻഡ് പ്രിന്റ് എ കോപ്പി ഓഫ് കൺഫർമേഷൻ പേജ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജ് പ്രിന്റ് എടുത്ത് വെക്കുക. കുറെ പേര് അത് മിസ്സായി പോവാറുണ്ട്. അത് ശ്രദ്ധയോടുകൂടി ചെയ്ത് വെച്ചേക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം കോമൺ ആണ്. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആവശ്യമാണെങ്കിൽ നിങ്ങൾ പറയുക. മറ്റു കാര്യങ്ങളൂടെ ഇത്തവണ വന്ന മറ്റ് ചേഞ്ചസ് കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആപ്ലിക്കേഷന്റെ കാര്യമാണ് ഈ പേജിലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണം, ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ മാധ്യമം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതും ശ്രദ്ധയോടുകൂടി ചെയ്യാം. പരീക്ഷ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ നമ്മൾ മുൻകൂട്ടി സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പരീക്ഷാ ഹാളിൽ എന്തൊക്കെ കൊണ്ടുപോകാന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അഡ്മിറ്റ് കാർഡും സെൽഫ് ഡിക്ലറേഷനും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോൾ പോയിന്റ് പെൻ, ഫോട്ടോഗ്രാഫുകൾ കൊണ്ടുപോകാം. ഹാൻഡ് സാനിറ്റൈസർ ആവശ്യമാണെങ്കിൽ കൊണ്ടുപോകാം. വാട്ടർ ബോട്ടിലും ID പ്രൂഫും ഒറിജിനൽ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, NTA-യുടെ ടെസ്റ്റ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻ ഓൺ PhD ഓൺലി എന്നുള്ള പുതിയൊരു കാറ്റഗറി കൂടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അഡ്മിഷൻ ഫോർ PhD ഓൺലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കൂടെ ഈ ജൂൺ സൈക്കിൾ മുതൽ NTA UGC നെറ്റ് എക്സാം വരികയാണ്. അപ്പോൾ പബ്ലിക് നോട്ടീസ് മുൻപ് പുറപ്പെടുവിച്ചത് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഇനിയും ഇൻഡിവിജ്വൽ ആയിട്ട് പരീക്ഷ നടത്തേണ്ടതില്ല എന്നാണ്. UGC ഗവേണിംഗ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇനി മുതൽ അതായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഓൾറെഡി PhDക്ക് ജോയിൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള നിലയിലെങ്കിലും നിങ്ങൾ UGC നെറ്റ് എക്സാം ഇനി എഴുതേണ്ടി വരും എന്നാണ് പേഴ്സണൽ ആയിട്ടുള്ള മനസ്സിലാക്കൽ. അതിനുള്ള പ്രത്യേക ക്രൈറ്റീരിയ ഒന്നും ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ UGCയെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കുറെ പേര് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഏതിന് അപ്ലൈ ചെയ്യണം. എല്ലാ തവണയും കുറെ വിദ്യാർത്ഥികൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു ഡിസിഷൻ കൂടിയാണ് ഇത്. വളരെ നന്നായി അറിയുന്ന ആളുകൾ പോലും, എന്റെ പേഴ്സണൽ പരിചയത്തിലുള്ള ഒരാൾ പോലും JRF-ന് വേണ്ട കട്ട് ഓഫിലും 2-3% മാർക്ക് കൂടുതൽ വാങ്ങിക്കഴിഞ്ഞിട്ട് അവർ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി എന്നുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് 25 ലക്ഷം രൂപയുടെ അടുത്തുള്ള സ്കോളർഷിപ്പ് ആണ് നഷ്ടമാക്കി കളഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് JRF-ന് അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്യാപ്പോ അല്ലെങ്കിൽ ഇത്ര അറ്റംപ്റ്റ് എന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ പ്രായം അവിടെ കൊടുക്കുമ്പം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് JRF-ന് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലേ ആ ഓപ്ഷൻ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രായത്തെ പറ്റി ഒന്നും ഓർത്ത് വറി ചെയ്യണ്ട.
നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ ജെൻഡറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി പുരുഷന്മാരൊഴികെ ബാക്കി എല്ലാവർക്കും 35 വയസ്സാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ് ആണ്, ഫീമെയിൽ ആണെങ്കിലും 35 ആണ്, മെയിൽ കാൻഡിഡേറ്റ്സിന് 30 വയസ്സ്. വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂൺ 1, 2024 പരീക്ഷ നടക്കുന്ന മാസത്തിലെ 1-ാം തീയതി. അതാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള കട്ട് ഓഫ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ എന്ന് വരും. എലിജിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും JRFന് അപ്ലൈ ചെയ്യുക. കാര്യം JRFന് നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങളുടെ കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് JRFന്റെ കട്ട് ഓഫ് 60% എന്ന് വിചാരിക്കുക. നെറ്റിന്റെ കട്ട് ഓഫ് 55%. അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള കട്ട് ഓഫ് ആ വർഷം 45% വിചാരിക്കും. ഞാൻ ഉദാഹരണങ്ങളാണ് പറയുന്നത്. PhD ഓൺലി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാറ്റഗറിയുടെ കട്ട് ഓഫ് ഒന്നും മുൻകൂട്ടി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടില്ല. അത് NTA ഇനി അറിയിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ JRFന് അപ്ലൈ ചെയ്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് 50% സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് JRFും കിട്ടില്ല, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും കിട്ടില്ല. പക്ഷേ അഡ്മിഷൻ ഫോർ PhD ഓൺലി എന്നുള്ള കാറ്റഗറിയുടെ കട്ട് ഓഫ് 45 48 ഏതെങ്കിലും വാല്യൂ ആണ്. നിങ്ങൾക്ക് 50% സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 3 എലിജിബിലിറ്റി മാത്രമായിട്ട് കിട്ടും. അല്ലാതെ കൂടിയ എലിജിബിലിറ്റി, കൂടിയ JRFന് വേണ്ടി അപ്ലൈ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ആ കട്ട് ഓഫ് കിട്ടിയാൽ മാത്രമേ പരീക്ഷ ക്വാളിഫൈ ചെയ്യൂ എന്നുള്ളത് വിശ്വസിക്കല്ലേ. എങ്ങനെയാണോ ഈ റൂമറുകളും തെറ്റിദ്ധാരണകളും കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ദയവായിട്ട് നിങ്ങൾ ഈ അറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അവയർനെസ് വളർത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതുപോലെ തന്നെ JRF നേടിക്കഴിഞ്ഞാൽ ഇത് 3നും എലിജിബിലിറ്റി ഉണ്ട്. JRF, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ, PhD അഡ്മിഷൻ ആവാൻ. അപ്പോയിന്റ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD ആണ് കാറ്റഗറി 2. അത് നേടിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടും. അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, അതിന് ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ട്. PhD അഡ്മിഷൻ ഉള്ള വാലിഡിറ്റി 1 വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ എടുത്തില്ലെങ്കിൽ, അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ വീണ്ടും നെറ്റ് പരീക്ഷ എഴുതി കാറ്റഗറി 3 എലിജിബിലിറ്റി എങ്കിലും നേടേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ അത് എളുപ്പമായിരിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോ പെർസെന്റേജ് സ്കോറും ഉണ്ടാവും, മാർക്കും ഉണ്ടാവും ഇത്തവണ മുതൽ നിന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ PhDക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ. അതുപോലെ NFSC, NFOBC, അതുപോലെ NFPWD എന്നിങ്ങനെയുള്ള സ്കോളർഷിപ്പുകളും ഈ പരീക്ഷയുടെ ബേസിൽ തന്നെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് പുറത്തുവിടും എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റ് എക്സാമുകളൊന്നും ഉണ്ടാവില്ല. പരീക്ഷ നടന്നു കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ 3 സ്കോളർഷിപ്പുകൾ നൽകുക. ക്ലിയർ ആണല്ലോ. മോഡ് ഓഫ് എക്സാം, ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് ഓഫ് എക്സാം OMR ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സാം പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും. ടീച്ചിങ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റീസണിങ് എബിലിറ്റിയും കോംപ്രിഹെൻഷനും ഡൈവേർജന്റ് തിങ്കിങ്ങും ജനറൽ അവയർനെസ്സും ഒക്കെ മനസ്സിലാക്കാനാണ്, സബ്ജക്റ്റിലുള്ള അറിവ് മനസ്സിലാക്കാനാണ് അടുത്ത 100 ചോദ്യങ്ങൾ. ഒറ്റ എക്സാം ആയിരിക്കും. 50 ചോദ്യങ്ങൾ പേപ്പർ 1-ൽ നിന്നും 100 ചോദ്യങ്ങൾ പേപ്പർ 2-ൽ. 2 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. 3 മണിക്കൂറിന്റെ ഒറ്റ എക്സാം ആണ്. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യണം. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യണം. അതുപോലെ സിലബസും മറ്റു കാര്യങ്ങളും ഒക്കെ NTA UGCയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന കാര്യമാണ്. സിലബസ് മസ്റ്റ് ആയിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരിക്കും ഉണ്ടാവുക. ലാംഗ്വേജ് പേപ്പേഴ്സിന് അതാത് ലാംഗ്വേജ് ആയിരിക്കും എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കണം. പിന്നെ അത് മാറ്റാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. മാർക്കിംഗ് സ്കീം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. 2 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യവും എടുത്തു പറയുന്നു. ആവശ്യമില്ലാത്ത കുറെ സംശയങ്ങളും പേടികളോ നെഗറ്റീവ് മാർക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സാർ.
അൺറിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വിവരങ്ങൾ എടുത്ത് ടെൻസ്ഡ് ആവാതിരിക്കുക, പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ടൈം കളയാൻ വേണ്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതുപോലെ സിലബസ് മാറുമോ? അപ്പോ സിലബസ് മാറാനുള്ള സാധ്യത, കമ്മിറ്റി ഫോം ചെയ്തപ്പോഴേ കുറെ പേരൊക്കെ റൂമറുകൾ അടിച്ചിറക്കി സിലബസ് മാറാൻ പോകുന്നു. ഇല്ല, ഡിസംബറിലോ അടുത്ത ജൂണിലേക്കോ ആയിരിക്കും മാറുന്നത്. ഒരു 5-6 മാസം മുൻപെങ്കിലും NTA അല്ലെങ്കിൽ UGC നമ്മളെ സിലബസ് ചേഞ്ചിനെ പറ്റി അറിയിക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് തലേന്ന് അല്ലെങ്കിൽ 1 മാസം മുൻപ് സിലബസ് മാറ്റാറില്ല, ഇതുവരെ മാറ്റിയിട്ടില്ല, ഇനി അറിയില്ല. സാധാരണഗതിയിൽ ഒരു സൈക്കിള് മുൻപെങ്കിലും പറഞ്ഞിട്ടാണ് സിലബസ് മാറുക. ഇനിയും സിലബസ് മാറുകയാണെങ്കിൽ പോലും അപ്ഡേറ്റഡ് ക്ലാസ്സുകൾ I+ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ ക്രൈറ്റീരിയ, നിങ്ങൾ ഫൈനൽ ഇയർ മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി ചെയ്യുന്ന ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ 4 ഇയർ ഡിഗ്രി നമ്മുടെ കേരളത്തിലൊന്നും ഇതുവരെ തുടങ്ങി ഫൈനൽ ഇയേഴ്സ് ഉണ്ടാവാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് അത് ഇറലവന്റ് ആണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഈ ഫ്രീ ആയിട്ട് എൻട്രി എക്സിറ്റ് ഉള്ള കോഴ്സുകൾ ഉണ്ടല്ലോ. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കോഴ്സ്, സെക്കൻഡ് ഇയറിന് ഡിപ്ലോമ, തേർഡ് ഇയറിന് ഡിഗ്രി, ഫോർത്ത് ഇയർ ഉണ്ട് ഡിഗ്രി വിത്ത് ഓണേഴ്സ്, പിന്നെ ഒരു വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ PG കിട്ടുക. അങ്ങനെ NEP അനുസരിച്ചുള്ള NEP 2020 അനുസരിച്ചുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 4 ഇയർ ഡിഗ്രി കോഴ്സുകളുടെ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന ആരും ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് വളരെ ചുരുക്കം പേർക്കായിരിക്കും അപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക. ബാക്കിയുള്ളവർക്കെല്ലാം അവർ ഒരു PG ചെയ്ത സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇതിലാണ് നെറ്റ് എഴുതാൻ പറ്റുന്നത്. ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഫസ്റ്റ് ഇയർ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും എഴുതാനായിട്ട് സാധിക്കും. കാരണം നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്ന് 2 വർഷത്തിനുള്ളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കണം, സപ്ലിമെന്ററി ഒന്നും ഇല്ലാതെ പൂർത്തിയാക്കണം എന്നുള്ളത് മാത്രമാണ് ക്രൈറ്റീരിയ. 55% റൗണ്ടിങ് ഓഫ് ഒന്നും ഇല്ലാതെ PGക്ക് വേണ്ടത്. ജനറലിനും EWSനും മറ്റ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 50% മാർക്ക് വിത്തൗട്ട് റൗണ്ടിങ് ഓഫ് ആണ് വേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. പെർസീവിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഇക്വലന്റ് കോഴ്സ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. വിത്തിൻ 2 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ്. കണ്ടോ, ഏത് പരീക്ഷയാണോ ആ എക്സാമിനേഷൻ വിത്ത് റിക്വയർഡ് പെർസെൻറ്റേജിൽ പാസ്സാവണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ PhD ഓൺലി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉള്ളവർ മാത്രം എഴുതിയാൽ മതി. കാര്യം എന്താ, ആ സ്കോറിന് 1 വർഷം വാലിഡിറ്റിയേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ആ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് സ്കോർ എക്സ്പയർ ആവും. അതുകൊണ്ട് PhD ഓൺലി, PhD അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഫൈനൽ ഇയറിൽ ഉള്ളവർ മാത്രം എഴുതിയാൽ മതി. 1 ഇയറിൽ നെറ്റ് റിസൾട്ടിന്റെ ഉള്ളിൽ PGയുടെ റിസൾട്ട് വരണം എന്നുള്ള കാര്യവും എടുത്തു പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കുക. അസിസ്റ്റന്റ് പ്രൊഫസറിനും അഡ്മിഷൻ ടു PhD ഓർ അല്ലെങ്കിൽ വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ അവാർഡ് ഓഫ് JRF കിട്ടിയവരെ മാത്രമേ അതിന് പരിഗണിക്കൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ JRFന്റെ കാര്യങ്ങളും മറ്റ് ഇൻഫർമേഷനും NFSCയുടെ കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. എക്സംഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരു യുദ്ധമായിരുന്നു, സെറ്റ് നേടിക്കഴിഞ്ഞാൽ, കേരള സെറ്റ് എഴുതി കഴിഞ്ഞാൽ കോളേജിൽ പഠിപ്പിക്കാൻ കയറാമെന്ന്. കാര്യങ്ങളൊന്നും നടക്കില്ല. 2002 മുൻപുള്ളവരാണെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അക്രഡിറ്റഡ് ബൈ UGC ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം. കേരളത്തിൽ അങ്ങനെ ഒരു പരീക്ഷയില്ല, തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അതുള്ളവർ 2002 മുമ്പാണ് എഴുതിയെങ്കിൽ ഇന്ത്യയെ മുഴുവൻ വാലിഡ് ആണെന്നും, 1 ജൂൺ 2022 മുതൽ ഉള്ള സെറ്റ് എക്സാം ആണെങ്കിൽ അത് അതാത് സംസ്ഥാനങ്ങളിൽ മാത്രമേ വാലിഡ് ആയിരിക്കുള്ളൂ എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. കുറെ പേരുടെ ഒരു ഡൗട്ട് ആയിരുന്നു, തമിഴ്നാട്ടിൽ പോയിട്ട് സെറ്റ് എഴുതിയിട്ട് കേരളത്തിൽ വന്ന് ജോലി നേടാൻ പറ്റുമെന്ന്. പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2002 മുൻപ് നിങ്ങൾ നേടിയിരുന്നെങ്കിൽ ഓക്കെ, അതിനുശേഷമുള്ളത് പോസിബിൾ അല്ല. ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Not more than 30 from the first day of the month in which the exam is being conducted. 1/6/24 ബേസ് ചെയ്തിട്ടായിരിക്കും
JRF മാത്രമായിരിക്കും ആ ഏജ് ലിമിറ്റ് ഉള്ളത്. ബാക്കി രണ്ടിനും ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. റിസർവേഷൻ 15% SC സ്റ്റുഡൻസിന്, 7.5% ST, 27% OBC, 10% EWS. അതുപോലെ 40% ഓഫ് മോർ ഡിസബിലിറ്റി ഉള്ളവർക്ക് 5%, ഈ കാറ്റഗറിയുടെ ഉള്ളിൽ 5% എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യവും ഓർക്കുക. ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രൈബിനെ വെക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും സ്ക്രൈബിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാവും ബെറ്റർ എന്ന് കരുതുന്നു. നമ്മുടെ സമയം ഒരുപാട് ഒറ്റ വീഡിയോയിൽ പോകണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ആവശ്യമാണെങ്കിൽ പറയുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൊസീജിയർ ഫോർ ഫില്ലിംഗ് ദ ആപ്ലിക്കേഷൻ 3 സ്റ്റെപ്പ് ആണുള്ളത്. രജിസ്ട്രേഷൻ പേജിൽ കാൻഡിഡേറ്റ് നെയിമും മദേഴ്സ് നെയിമും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുക. കൃത്യമായിട്ടുള്ള OBC സ്റ്റുഡൻസ്, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. OBC കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് ഇൻ OBC NCL സെൻട്രൽ ലിസ്റ്റിൽ ഇല്ലാത്തവര് ജനറലിന് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പോസ്റ്റൽ അഡ്രസ്സ് പൂർണ്ണമായിട്ടുള്ളത് കൊടുക്കണം. ഫോട്ടോഗ്രാഫ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. തൊപ്പിയോ കണ്ണടയോ ഒന്നും പാടില്ല. 80% മുഖമാവണം. സ്പെക്ടക്കിൾസ് സ്ഥിരമായിട്ട് കണ്ണട വെക്കുന്നവർക്ക് അത് വെക്കാം. അതുപോലെ 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്കിലും 6 തൊട്ട് 8 വരെ കയ്യിൽ വെക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊണ്ടുപോകുന്നത് തന്നെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് 2 ഫോട്ടോകൾ കൊണ്ടുപോകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ചെവി കാണണം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു പോകാവുന്നതാണ്. അഡ്മിറ്റ് കാർഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് സാധാരണ 2 ദിവസവും 4 ദിവസവും ഒക്കെ മുൻപാണ് കിട്ടുന്നത്. ഒരുപാട് മുൻപ് ലഭിക്കാറില്ല. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഒഫീഷ്യൽ ആയിട്ടുള്ള ID കാർഡ് തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുക അതൊക്കെ പിന്നീട് പറയുന്ന കാര്യങ്ങളാണ്. ഡിസ്പ്ലേ ഓഫ് റെക്കോർഡഡ് ഇത് കണ്ടോ, NTA will, ഇതൊക്കെയാണ് ഈ കോപ്പി പേസ്റ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. Question paper attended and recorded response likely to be displayed for 2 or 3 days. Candidates are advised to download the response sheet for future. No copy of the response sheet will be provided. Attempted recorded responses. OMR-കൾ ഇനി സ്കാൻ ചെയ്ത് നൽകുമെന്ന് അറിയില്ല. ഈ കാര്യങ്ങളൊക്കെ പഴയ ഇതിലെ കോപ്പിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻപാണെങ്കിൽ നമ്മുടെ CBT മോഡിലെ പരീക്ഷയിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ആൻസറുകൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി OMR സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യോ അല്ലെങ്കിൽ ഇതൊരു എററായിട്ട് ഉൾപ്പെടുത്തിയതാവാനോ സാധ്യതയുണ്ട്. അതുപോലെ ഓർക്കുക, 40% അഗ്രിഗേറ്റ് ഉള്ളവരെയാണ് നെറ്റിന്റെ ടോപ്പ് 6% കാൽക്കുലേഷനിലേക്ക് പരിഗണിക്കുക. സാധാരണ രീതിയിൽ ഈ മിനിമം കട്ട് ഓഫ് 40%, 35% എന്നുള്ളത് ഇറലവന്റ് ആണ്. കാര്യം നെറ്റോ JRFO കിട്ടണമെങ്കിൽ ഒരു 60-70% അല്ലെ ഒരു 50 to 70% റേഞ്ചിലേക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ടിന്റെ ക്രൈറ്റീരിയ പറയുന്നത്. ടോപ്പ് 6%-നെയാണ് നെറ്റിനായിട്ട് പരിഗണിക്കുന്നത്. JRF വേണ്ടിയിട്ട് എത്ര പേര് എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്ന പോലെ എന്നാണ് പറയുന്നത്. അതുപോലെ നോർമലൈസേഷൻ പ്രൊസീജിയർ ഒക്കെ നിങ്ങൾ ഡിസഡ്വാൻറ്റേജ് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ കാറ്റഗറിയെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ JRF-ന്റെയും നെറ്റിന്റെയും ക്രൈറ്റീരിയ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിഷൻ ഫോർ PhD ഓൺലി എന്നുള്ള കാറ്റഗറിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടില്ല. ആ കട്ട് ഓഫ് എന്തായാലും ഈ രണ്ടിന്റെ കട്ട് ഓഫിനേക്കാളും, അതായത് നെറ്റിന്റെയും JRF-ന്റെയും കട്ട് ഓഫിനേക്കാൾ കുറവായിരിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ളത്. നിങ്ങളപ്പോ മനസ്സിലാക്കിയല്ലോ, OMR എക്സാം ആയിരിക്കാനാണ് പരമാവധി സാധ്യത. അതുപോലെ തന്നെ PhD അഡ്മിഷൻ ആയിട്ടും 1 ഇയർ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഒരു പുതിയ സ്കോർ കിട്ടുന്നുണ്ടാവും. അതിന്റെ കട്ട് ഓഫ് JRF-നായിരിക്കും ഏറ്റവും ഉയർന്ന കട്ട് ഓഫ്, ഏറ്റവും മിടുക്കരെ സെലക്ട് ചെയ്യുക.
അല്ലെങ്കിൽ ടോപ്പ് 1% അടുത്തുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്ന പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് 6%-നാണ് നെറ്റ് കിട്ടുക. അതിലും കുറച്ചധികം ആളുകൾക്ക്, ചിലപ്പോൾ ഒരു 10% പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കാവാം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് കട്ട് ഓഫ് തീരുമാനിക്കലാവാം. അത് NTA റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി സ്കോർ ചെയ്യലാവട്ടെ നിങ്ങളുടെ എയിം. കോൺഫിഡൻസോടുകൂടി പോസിറ്റീവായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻ ജേർണി തുടരുക. തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കുള്ളതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റുള്ളവരിലേക്കും ഈ വിവരം ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.